ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ്. വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകളിൽ കൂടി അറിയിക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കാറുണ്ട്. കമൻസ് കാണുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. വീടിനകത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. Sugar. If you don't okay. Early in the morning, come to me. I will teach you ABC. Super. ഇനിയിപ്പോൾ പതുക്കെ ഡിന്നർ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ചില്ലി പനീറുമാണ് ഉണ്ടാക്കുന്നത്. ചില്ലി പനീറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ചില്ലി പനീർ ഉണ്ടാക്കുന്നത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ റെസിപ്പി കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് പിന്നെ പനീറിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് ഓർത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തു എൻ്റെ കൂടെ തന്നെ കിച്ചൺ സ്ലാബിൽ വന്നിരുന്നിട്ട് അവൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തന്ന് ഞാനങ്ങനെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം പനീറാണെന്ന് കേൾക്കുമ്പോൾ തന്നെ പാത്തു ഭയങ്കര ഹാപ്പിയാണ്. പാത്തുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പനീർ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം പനീറാട്ടോ എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് നമ്മൾ ഒരേ അളവിൽ തന്നെ ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈക്വലായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പം അങ്ങനെ കട്ട് ചെയ്ത പനീർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്. അതിപ്പം സ്വീറ്റ് ചില്ലി ആണെങ്കിലും ഹോട്ട് ചില്ലി ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചില്ലി സോസും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കോൺഫ്ലോർ ചേർക്കുമ്പോൾ നിങ്ങൾക്കത് ഡ്രൈ ആകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചില്ലി പനീർ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചില്ലി പനീറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് ഒനിയൻ ആണെങ്കിലും അതുപോലെ തന്നെ ക്യാപ്സിക്കം ആണെങ്കിലും ഒക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കുകയും ഭാര്യയുടെ കുറ്റങ്ങൾ അവർ കേൾക്കെ തന്നെ എല്ലാവരോടും പറഞ്ഞ് നാണം കെടുത്തുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതോ നിങ്ങൾ അങ്ങനെയാണോ? സ്വന്തം പാർട്ട്ണറിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയും കോമാളിയായി ചിത്രീകരിക്കുകയും കഴിവില്ലാത്തവരായി വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. ഇതൊക്കെ ഒരു തമാശയാണ് എന്ന വ്യാജേന ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ഇതിൽ മനസ്സ് വേദനിക്കുന്നവരെ പറ്റിയിട്ട് ഇവർ ചിന്തിക്കുന്നില്ല. എന്തോ വലിയ സംഭവമാണെന്നാണ് ഇങ്ങനെയുള്ളവരുടെ ഒരു വിചാരം. അതിൻ്റെ പ്രധാന കാരണം തന്നെ മറ്റൊരാളെ വെച്ച് പാർട്ട്ണറിനെ കമ്പയർ ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ്. ആർക്കും ഇതുപോലെ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ വരരുത്. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന എത്ര കാഠിന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. തമാശയായി പറയുന്നതും ചിരിച്ചു തള്ളുന്നതും അങ്ങനെ പലതും മറ്റൊരാളുടെ ജീവിതത്തിൽ അത്ര തമാശയാകണമെന്നില്ല. ഇങ്ങനെ കുത്തി നോക്കുന്നവർക്ക് അതേ സാഹചര്യത്തിൽ അവർ എത്തിപ്പെടുമ്പോഴാണ് ആ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വന്തം പാർട്ട്ണറിനെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും പഠിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരായി മാറുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ തല്ലിക്കെടുത്താതെ അത് നടത്തിയെടുക്കുവാൻ വേണ്ട സപ്പോർട്ട് കൊടുത്ത് പരസ്പരം താങ്ങും തണലും ആവേണ്ട ഭാര്യ ഭർത്താക്കന്മാർ മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം നാണം കെടാതെ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാതെ മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. സ്വന്തം കുറവുകളും കഴിവുകളും ഒരേപോലെ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്.
ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തന്നെ ചപ്പാത്തിക്കുള്ളതെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പനീറിന് വേണ്ടതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പല തവണ പല വീഡിയോയ്ക്കകത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ പനീർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പനീർ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പനീർ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പനീറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയല്ല, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പനീറെല്ലാം അവിടെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ പിറ്റേ ദിവസത്തേക്ക് അരി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിൽ. അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എനിക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ആ സമയത്തായ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം ഒന്ന് കഴുകുന്നുണ്ട്. പാത്രം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മടിയാകും. ഒത്തിരി പാത്രങ്ങൾ കാണുമ്പോഴത്തേക്കും കഴുകാനായിട്ട് തോന്നത്തില്ല. അതേസമയം അന്നേരം ആകുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ അപ്പോൾ കഴുകി പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് പണികൾ തീർക്കാനായിട്ട് പറ്റും അടുക്കളയിലെ. അത് മാത്രമല്ല ഒരുപാട് പാത്രങ്ങൾ എടുത്ത് കുക്ക് ചെയ്യാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പനീറൊക്കെ കണ്ടില്ലേ, തിരിച്ചും മറിച്ചിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ചെറുതായിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ചില്ലി പനീറൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. 1-2 മിനിറ്റൊക്കെ നമ്മളിത് വഴറ്റുന്നുണ്ട്. ഒരുപാട് ടൈം ഇട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം സവോള ജസ്റ്റ് ഒന്ന് വാടിയപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1.5 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സോസിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സോസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ സോസൊക്കെ ചേർത്തതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഈ ടൈമിൽ നമുക്ക് സോസിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പനീറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പനീറിലും നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചില്ലി പനീർ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഒരു ചില്ലി പനീർ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ പാത്തുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞതേ അവൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ചപ്പാത്തിയും പനീറും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം പനീർ ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിക്കാനും ഇൻട്രസ്റ്റ് ആണ്. തന്നെ ഇരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും അമ്മ തരാനൊക്കെ, എന്നാലും തന്നെ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതാണോ പനീർ? ഇഷ്ടമാ? അടിപൊളിയാ പനീർ. അങ്ങനെ പാത്തു കഴിച്ചിട്ട് പോയി. പിന്നെ ദിനു അതിൻ്റെ ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പം ചില്ലി പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ചപ്പാത്തിയും പനീറും ഒക്കെ ഞങ്ങളും കഴിച്ചൊക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം ബാക്കി ഉണ്ടായിരുന്നതും കൂടെ കഴുകി വെച്ചു. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ അരി ഉഴുന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സന്ധ്യയ്ക്ക് മുന്നേ തന്നെ ഞാൻ അരച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അരച്ച് വെക്കുന്നത് ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് പാത്രം വെക്കാറ്, ഒരു ചെറിയ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എളുപ്പം നന്നായിട്ടൊക്കെ അരി ഉഴുന്നാണെങ്കിലും അപ്പത്തിനൊക്കെ ആണെങ്കിലും അരച്ച് വെക്കുന്നത് നന്നായിട്ട് പൊന്തി വരാറുണ്ട്. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒന്ന് മാറ്റി അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അതുപോലെ സ്ലാബ്, നമ്മുടെ സ്റ്റൗ ടോപ്പ്,
പിന്നെ സൈഡിലാണെങ്കിലും കുക്ക് ചെയ്യുന്ന ടൈമിൽ കിച്ചണിൻ്റെ ആ ഒരു ടൈലയിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് അഴുക്കുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ ആയിരിക്കുന്ന സ്ഥലം, നമ്മൾ ഏത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലം വൃത്തിയാക്കി ഇടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പറ്റിയില്ലെങ്കിലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അപ്പം ഞാൻ കിച്ചണെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ സിങ്ക് ആണെങ്കിലും കഴുകാനായിട്ട് വേറൊരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ, നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് തൂത്ത് വാരി ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു പോസിറ്റിവിറ്റിയും എനർജിയും ഒക്കെ ഫീൽ ചെയ്യും. വൃത്തിയായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടൊരു തോന്നലും ഉണ്ടാകും. അതേസമയം എല്ലാം വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ ഇനി ആദ്യം വൃത്തിയാക്കിയിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നല്ല പോലെ മടി പിടിച്ചിരിക്കും. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാക്കിയിടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട്. ശരിയാണ്, ചില സമയത്ത് അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ വൃത്തിയാക്കുന്നത് കണ്ട് തന്നെ കുട്ടികളും അത് ചെയ്ത് ശീലിക്കും കേട്ടോ. അവരാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു രീതിക്ക് മാറി വരുന്നതായിരിക്കും. നമ്മൾ ഒരാൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു എഫേർട്ടിലേക്ക് ബാക്കിയുള്ളവരും കൂടെ വരും. കാരണം അത് സ്ഥിരമായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്കും അങ്ങനെ തന്നെ ചെയ്യണം, അതുപോലെ തന്നെ വീട് നീറ്റാക്കി ഇടണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവർക്കും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മടി പിടിച്ചിരിക്കാതെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.